Welcome guys, welcome to macroeconomics. We are on to the second chapter, national income accounting. So in the last three sessions we discussed, or we started with national income accounting. We discussed about final good, intermediate good, then we discussed about what? Then what all things we discussed about? We discussed final good, intermediate good, then we discussed stack and flow variables, then we tried to explain the circular flow, and also with that we also tried to explain the depreciation. So the depreciation, what means the wear and tear of capital, is called depreciation. Then we move on to discussing the three concepts of calculating the gross value added, that is income method, expenditure method and product method, and we have drawn those circular diagram in the last classes also. So in the last class especially we have done with expenditure method. We did a problem in the expenditure method. In this session we will be, next sessions we will be looking on to income method and product method. So the last class we have done with expenditure method. So in the expenditure method also we have said that we have got a value of 250, the 100 plus 150, 250 in that last session as the expenditure. So that expenditure is calculated in market price. We have to, it's not that cost price or factor cost or something like, we are calculating that in the market price. നമ്മൾ ഈ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഇൻകം മെത്തേഡ് ഒരു മാർക്കറ്റ് പ്രൈസിൽ, ഈ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ ആ ഗ്രോസ് വാല്യൂ ആഡഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വി നോ ദാറ്റ് ഒരു കമ്പനിയിൽ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ ആ മെഷീനിന് വെയർ ആൻഡ് ടയർ സംഭവിക്കും, ആ മെഷീൻ ചെറുങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. സോ ദ പ്രൊഡ്യൂസർ ഹാസ് ടു റീപ്ലേസ് ദിസ്, ഈ വെയർ ആൻഡ് ടയർ നടക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ ഇത് നടക്കുന്നത് പ്രൊഡ്യൂസർ എന്താക്കണം, അത് റീപ്ലേസ് ചെയ്യണം. സോ ഹൗ മച്ച് ഈസ് ദ വെയർ ആൻഡ് ടയർ ഹാപ്പനിങ് ഇൻ ദ, ആ ഒരു കമ്പനിയിൽ എത്ര വെയർ ആൻഡ് ടയർ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലായിട്ട് ആ പ്രൊഡ്യൂസർ ആ കമ്പനിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് എന്താണ്, അതിൻ്റെ ഡിപ്രീസിയേഷൻ്റെ അളവ് തന്നെയാണ്. സി ഡിപ്രീസിയേഷൻ മീൻസ് വാട്ട്? ഡിപ്രീസിയേഷൻ മീൻസ് വാട്ട്? വെയർ ആൻഡ് ടയർ ഓഫ് ക്യാപിറ്റൽസ്, വെയർ ആൻഡ് ടയർ ഓഫ് മെഷീൻസ്, അങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ അത് ക്യാപിറ്റൽ, നമ്മുടെ അടുത്തൊരു ക്യാപിറ്റൽ ഉണ്ട്, ആ ക്യാപിറ്റലിനാണ് എന്താക്കുന്നത്, ഡിപ്രീസിയേഷൻ സംഭവിക്കുന്നത്. സോ ഈ ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ഈ ക്യാപിറ്റലിൽ ഒരു കുറവ് വരും. അപ്പോൾ ഈ ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് ആയി നിർപ്പിക്കണമെങ്കിൽ പ്രൊഡ്യൂസർ എന്താക്കണം, ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. സി ക്യാപിറ്റൽ എന്താ കോൺസ്റ്റന്റ് അല്ലാത്ത? ബിക്കോസ് ഇറ്റ്സ് ഡിപ്രീസിയേറ്റ്. ക്യാപിറ്റലിന് എന്ത് വെക്കുന്നു, കാലക്രമേണ ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ ക്യാപിറ്റൽ കുറവ് വരുന്നു. അപ്പോൾ ക്യാപിറ്റൽ പഴയ പടി തന്നെ നിർത്തണമെങ്കിൽ എന്താക്കണം, പ്രൊഡ്യൂസർ ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. എത്ര അളവിൽ നടത്തണം? ആ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ തുല്യമായ അളവിലുള്ളൊരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് എന്താക്കണം, ആ പ്രൊഡ്യൂസർ നടത്തണം എന്നുള്ളതാണ്. ബിക്കോസ് വാട്ട്, ഈ ക്യാപിറ്റൽ കുറയാനുള്ള കാരണം എന്താണ്, ഈ ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ക്യാപിറ്റൽ കോൺസ്റ്റന്റ് ആയി നിർത്തണമെങ്കിൽ എത്ര അളവിൽ കൂട്ടണം, ഈ ഡിപ്രീസിയേഷൻ്റെ അളവിൽ നമ്മൾ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. സോ അവർ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ദ പ്രൊഡ്യൂസർ ഹാസ് ടു മേക്ക് വിൽ ബി ഈക്വൽ ടു ഡിപ്രീസിയേഷൻ. സോ ദിസ് ഡിപ്രീസിയേഷൻ, ഈ ഡിപ്രീസിയേഷനും കൂടെ നമ്മുടെ ഈ വാല്യൂ അഡീഷനിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, including this depreciation, that is called what? Gross value added. See, നമ്മൾ പറഞ്ഞു the machines are getting depreciated. ആ ഒരു 100 മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 5% അങ്ങനെ നശിച്ചു പോകുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ആ ഡിപ്രീസിയേഷൻ്റെ അളവ് ചിലപ്പം കാൽക്കുലേറ്റ് ചെയ്യപ്പെടണം എന്നില്ല. നമ്മളിപ്പോൾ ഈ ഒരു 100 മെഷീൻ ഉപയോഗിച്ചിട്ട് ഒരു 1000 പ്രോഡക്റ്റ് ഉണ്ടാക്കി. ആ 1000 പ്രോഡക്റ്റിന് വില നമ്മൾ കൂട്ടി 10,000 രൂപ നമുക്ക് കിട്ടി. 1000 പ്രോഡക്റ്റിന് 10 രൂപ, അങ്ങനെ 10,000 രൂപ നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് ആയിട്ട് നമ്മൾ കണക്കാക്കും. പക്ഷെ ആ ഗ്രോസ് വാല്യൂ ആഡഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. നമ്മുടെ മെഷീൻ നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ 10,000 നിന്ന് നമ്മുടെ മെഷീൻ നശിച്ച അളവ് നമ്മൾ കുറച്ചാൽ മാത്രമേ നമ്മളെ നെറ്റ് വാല്യൂ ആഡഡ് നമുക്ക് കിട്ടൂ. വി ഓൾവേസ് ഹാവ് സെഡ്, സോ ഗ്രോസ് വാല്യൂ ആഡഡ് മൈനസ് depreciation will gives us what? Net value added.
you always have to keep in mind, as I said in last sessions also, gross minus depreciation will give us net. Anything, ഇതിന് പകരം ഇനി വേറെ പല വേരിയബിൾസ് നമ്മൾ this chapter itself we will be studying this. Whatever the maybe gross domestic product or gross national product or whatever, ഈ ഗ്രോസിനെ നമുക്ക് നെറ്റ് ആക്കണമെങ്കിൽ depreciation അങ്ങ് കുറച്ചാൽ മതി. That's something you have to keep in mind. But you have to understand the idea also. The idea behind it is what? Gross value added. നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു, ഒരു 1000 പ്രോഡക്റ്റ് ഉണ്ടാക്കുക, 1000 പ്രോഡക്റ്റിന് 10 രൂപ വെച്ച് we have got 10,000 rupees. See, ഈ 10,000 rupeesൽ നമ്മൾ എന്താക്കുന്നില്ല, നമ്മുടെ മെഷീനിന് ഉണ്ടായ നഷ്ടം ഉണ്ടല്ലോ, മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ ആ മെഷീൻ്റെ ഒരു മെഷീൻ ഒന്ന് ചെറുങ്ങനെ നഷ്ടം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിന് ഒരു ഡിപ്രിസിയേഷൻ സംഭവിച്ചു. സോ ദാറ്റ് ഡിപ്രിസിയേഷൻ നമ്മൾ കണക്കിൽ വരുത്തിയാൽ മാത്രമേ അതിനൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, സേ ഒരു 500 1000 ഉണ്ടാവും ആ എമൗണ്ടിന്. സോ എങ്കിൽ മാത്രമേ നമ്മളെ നെറ്റ് വാല്യൂ ആഡഡ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ശരിക്കും എത്ര നമ്മൾ ഡിപ്രീസിയേഷൻ അടക്കം കുറച്ചിട്ടുള്ള നെറ്റ് വാല്യൂ ആഡഡ് എന്താക്കൂ നമുക്ക് കിട്ടുള്ളൂ. സോ ഇൻ ദിസ് തിങ്സ് വാട്ട്, ഈ ഒരു നെറ്റ് ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഇപ്പോൾ ഫൈനൽ ഔട്ട്പുട്ട് സേ 100 ആണ്. അതിൽ നിന്ന് നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടണമെങ്കിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് സേ ഒരു ഇന്റർമീഡിയറ്റ് ഗുഡ് എന്തുണ്ട് 20 ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഗുഡ് 20, ഡിപ്രീസിയേഷൻ 10 ഉണ്ട്. നമ്മൾ ടോട്ടൽ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ, അതായത് നമ്മൾ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ 100 ആണ്. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡിൻ്റെ വാല്യൂ 100 ആണ്. അപ്പോൾ അത് നമുക്ക് ഗ്രോസ് വാല്യൂ ആരുടെ എങ്ങനെ കിട്ടാം? 100 മൈനസ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ കുറയ്ക്കണം. കാരണം എന്താ, ഇന്റർമീഡിയറ്റ് ഗുഡ്സ് നമ്മൾ കുറച്ചിട്ടില്ലെങ്കിൽ ഡബിൾ കൗണ്ടിങ് ഉണ്ടാവും, ഡിപ്രീസിയേഷനും കുറയ്ക്കണം. അങ്ങനെ നമുക്കിത് 70 കിട്ടുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ നെറ്റ് വാല്യൂ ആഡഡ് ആയിട്ട് നമുക്ക് കിട്ടുക. So that's how it is, that gross value added minus depreciation will gives us net value added. So we have discussed about what ഈ പ്രോഡക്റ്റിൻ്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്നു. സോ there may be scenarios what എല്ലാ പ്രോഡക്റ്റും വിറ്റ് പോകണം നിർബന്ധമൊന്നുമില്ല. It is not necessary that everything should be sold, right? So there will be unsold goods, അല്ലെങ്കിൽ അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ടാവാം. സോ അല്ലെങ്കിൽ ഒരു ആസ് വി സെഡ് ഇതൊരു ടൈം പീരീഡിലാണ്, ഒരു വർഷത്തിലുള്ള ഇതാണ് ഒരു ഗ്രോസ് വാല്യൂ ആഡഡ്. നമ്മൾ ആ ഒരു ടൈം പീരീഡിലാണ് നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിൽ ഒരു വർഷം നമ്മളെടുത്ത് 100 ഷർട്ട് കഴിഞ്ഞ വർഷത്ത് നമ്മളെടുത്ത് ഓൾറെഡി ഉണ്ട്. നമ്മൾ എന്നിട്ട് ഈ വർഷം നമ്മൾ ഒരു 1000 ഷർട്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് ഈ വർഷം എന്തായി, 1100 ഷർട്ടും വിറ്റുപോയി, മുഴുവൻ ഷർട്ടും വിറ്റുപോയി. ബട്ട് ഈ വർഷത്തെ പ്രൊഡക്ഷൻ 1000 മാത്രമാണ്. പക്ഷെ കഴിഞ്ഞ വർഷം എന്തുണ്ട്, ഓൾറെഡി നമ്മളെടുത്ത് 100 ഷർട്ട് ബാക്കിയുണ്ട്. സോ സ്റ്റോക്സ് ഫ്രം ഏർലിയർ ടൈം ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള വാല്യൂ അഡീഷന് വേണ്ടിയിട്ട് ഈ ഷർട്ട് ഉണ്ടാക്കാനുള്ള നൂലുണ്ടാവാം നമുക്ക്. അതുപോലത്തെ റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. സോ അപ്പോൾ അങ്ങനെ ഈ കാൽക്കുലേഷൻ്റെ സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ അൺസോൾഡ് ആയിട്ടുള്ള കുറേ ഗുഡ്സ് ബാക്കി, നമ്മൾ 1000 ഗുഡ് പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ നമ്മൾ 800 വിറ്റുള്ളൂ, ബാക്കി 200 നമ്മളത് എന്തുണ്ട്, 200 നമ്മളതവിടെ ബാക്കിയാണ്. അതുപോലെ നമ്മൾ 1000 പ്രൊഡ്യൂസ് ചെയ്തു, പക്ഷേ 100 ഓൾറെഡി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 800 വിറ്റെങ്കിൽ 300 നമ്മളെടുത്ത് ബാക്കിയുണ്ട്. സോ ദർ ഈസ് എ സിനാരിയോ വാട്ട് ഈ അൺസോൾഡ് ഗുഡ്സ് ഉണ്ട്, അതുപോലെ ഈ കഴിഞ്ഞ വർഷത്തെ നമ്മളെടുത്ത് ബാക്കിയുള്ള ഗുഡ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഈ 300 ബാക്കിക്ക് പകരം എന്തായി, എക്സാമ്പിൾ നോക്കി 200 കഴിഞ്ഞ വർഷം ബാക്കിയുണ്ട്, നമ്മൾ 1000 പ്രൊഡ്യൂസ് ചെയ്തു, നമ്മൾ 800 വിറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് എത്രയുണ്ട്, ടോട്ടൽ 1200 മൈനസ് 800, 400 നമ്മളെടുത്ത് ലെഫ്റ്റ് ആണ്. ഇങ്ങനെയുള്ള, അതായത് ഈ അൺസോൾഡ് ഗുഡ്സ്, അതുപോലെ ഈ സെയിൽസ് ഫ്രം ഏർലിയർ ഗുഡ്സും കൂടി ആഡ് ചെയ്തിട്ട് പിന്നെ എത്രത്തോളം ഗുഡ്സ് എന്താണ്
വിറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് നോക്കുക. അതുപോലെ ഈ റോ മെറ്റീരിയൽസ് ഇതിനെല്ലാം കൂടെ നമ്മൾ എന്ത് പറയും? ഇൻവെന്ററീസ് എന്ന് പറയും. സ്റ്റോക്സ് ഫ്രം ഏർലിയർ ടൈം എന്നുള്ളത് നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയതാണ്. ഈ സ്റ്റോക്സ് ഫ്രം ഏർലിയർ ടൈം അതും കൂടെ വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാൽക്കുലേഷനിൽ കൊണ്ടുവന്നാൽ മതി. അത് കഴിഞ്ഞ വർഷത്തെ ഇൻവെന്ററിയിലേക്ക് നമ്മൾ അത് ആഡ് ചെയ്താൽ മതി. സോ അതുപോലെ അപ്പോൾ ഈ സ്റ്റോക്സ് ഫ്രം ഏർലിയർ ഗുഡ്സ്, ഈ വർഷത്തെ സ്റ്റോക്സ് ഫ്രം ഏർലിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ വർഷത്തെ അൺസോൾഡ് ഗുഡ്സ് അല്ലേ? സോ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സോ ഈ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അൺസോൾഡ് ഗുഡ്സും അതുപോലെ നമ്മളെ ഈ റോ മെറ്റീരിയൽസും എല്ലാം കൂടി അടങ്ങുന്നതാണ് എന്ത്? നമ്മളെ ഇൻവെന്ററി എന്ന് പറയുന്നത്. Let's look into the formal definition of inventory. So inventory is the stock of unsold finished goods. അതായത് കഴിഞ്ഞ വർഷം വിറ്റ് പോവാത്ത ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഒരു പകുതിയായ, അതായത് ജസ്റ്റ് ഒരു ഫേർണിഷിങ് ഗുഡ്സ് മാത്രം ബാക്കിയുണ്ട്. ഓർ റോ മെറ്റീരിയൽസ്, അതായത് നമുക്കിപ്പോൾ കെച്ചപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മളൊരു ടൊമാറ്റോ കഴിഞ്ഞ വർഷം വാങ്ങി വെച്ചിരുന്നു, നമ്മുടെ കയ്യിൽ ഉണ്ട് ആ ടൊമാറ്റോ. സോ അങ്ങനെയാണെങ്കിൽ അതും, അങ്ങനെ ഒരു ഫേം എന്താണ്? ഒരു വർഷത്തുനിന്ന് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകുന്ന അത്രയും ഇതിനെയാണ് നമ്മൾ ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. വൺസ് അഗെയിൻ നമ്മളിപ്പം കഴിഞ്ഞ വർഷം വിറ്റ് പോകാത്ത കൂട്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോയി. സോ നമ്മളൊരു 1000 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്ത കഥ പറഞ്ഞു, അതിൽ 200 എണ്ണം നമ്മൾ വിറ്റ് പോയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ 200 അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് നമ്മൾ നമ്മൾ പ്രൊഡക്ഷൻ നിർത്തുന്നില്ല, അല്ല, അടുത്ത വർഷം ആ 200 വിൽക്കാൻ നമ്മുടെ മനസ്സിലുണ്ട്. സോ ആ വിൽക്കാത്ത 200 ഗുഡ്സ്, സോ ദാറ്റ് ഈസ് വാട്ട് അൺസോൾഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഇനിയിപ്പം നമ്മൾ ഒരു ഷർട്ട് ഉണ്ടാക്കി അതിൽ ബട്ടണും കോളറൊന്നും വെക്കാതിരുന്ന ഷർട്ടാണെങ്കിലും അതും നമ്മൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. ദാറ്റ് ഈസ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ഇനി നമ്മളത് ആ ഷർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ച നൂലാണെങ്കിലും അതും നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകും. സോ അത്രയും, അതായത് നമ്മൾ ഈ ഒരു ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത, പകുതി പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്രയും സാധനങ്ങൾ നമ്മൾ അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിന് എന്താ? ക്യാരീസ് ഫ്രം 1 year to next is called what? Inventory. So I think that the formal definitions of inventory is so clear to you. അപ്പോൾ നമ്മൾ ഈ ഇൻവെന്ററിക്ക് ക്യാൻ ഹാപ്പൻ ബോത്ത് വേ. ഏത് രീതിയിലും ഇൻവെന്ററി സംഭവിക്കാം. ചിലപ്പോൾ ഇൻവെന്ററി കൂടാം, ചിലപ്പോൾ ഇൻവെന്ററി കുറയാം. അപ്പോൾ അതായത് ഈ വർഷം നമ്മൾ സേ വാട്ട് 100 ഇൻവെന്ററി 100 ഷർട്ട് അതിന് ഉണ്ടായിരുന്നത് നമ്മൾ തുടക്കത്തിൽ. പിന്നെ അപ്പോൾ നമ്മളൊരു ഇയർ കഴിയുന്നപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ വിൽക്കാത്ത 300 ഷർട്ടോളം ബാക്കിയുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻവെന്ററിയുടെ കൂടുതലാണ് സംഭവിച്ചത്. ഇൻവെന്ററിയുടെ അക്യുമുലേഷൻ ആണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഇൻവെന്ററി അടക്കം 100 ഷർട്ടാണ് നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നത്. നമ്മൾ ഈ വർഷം അടുത്ത വർഷം പ്രൊഡ്യൂസ് ചെയ്ത ഷർട്ടും വിറ്റുപോയി. നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്ന ആ 100-ൽ നിന്നും 50 പോലും വിറ്റുപോയി. സോ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ്? ഇൻവെന്ററിയിൽ ഒരു കുറവ് വന്നു. സോ ദാറ്റ് ഈസ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ്. സോ ഈ അക്യുമുലേഷൻ ഡിക്യുമുലേഷൻ ഈസ് സംതിങ് നമ്മൾ അടുത്ത ഈ സെഷനിൽ തന്നെയും ചിലപ്പോൾ അടുത്ത സെഷനിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ്. സോ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഇൻക്രീസ് ചെയ്യുക, കൂടുക എന്നുള്ളൊരു അർത്ഥത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഡിക്യുമുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ കുറയുക, സോ ഡിക്രീസ് ചെയ്യുക എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ഇൻവെന്ററി കൂടുകയാണെങ്കിൽ ദാറ്റ് ഈസ് അക്യുമുലേഷൻ, ഇൻവെന്ററി കുറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട്? ഡിക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററീസ്. ദാറ്റ് യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ്. സോ നെക്സ്റ്റ് തിങ് വി ആർ ഗോണ ഡു ഈസ് വാട്ട്? ഈ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് എത്രത്തോളം ഇൻവെന്ററിയിൽ യു ഹാവ് ടു ബി വെരി ക്ലിയർ ഓഫ് ദിസ്, റൈറ്റ്? നമ്മുടെ കയ്യിൽ 100 ഇൻവെന്ററി ഉണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ 2019 അല്ലെങ്കിൽ 2019 നമ്മുടെ കയ്യിൽ 100 ഷർട്ട് അൺസോൾഡ് ആയിട്ടുണ്ടായിരുന്നു. 100 ഷർട്ട് അൺസോൾഡ് ആയിട്ടുണ്ടായിരുന്നു. സോ 2020 നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വി ആർ പ്രൊഡ്യൂസിങ് ഇൻ 2020. സോ വാട്ട് ഹാപ്പൻസ് ഇൻ 2020 നമ്മളൊരു 100,000 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്തു. അതിൽ ഒരു 800 എണ്ണം വിറ്റുപോയി. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്താണ്? 1000 - 800 200 ആണ്. ഈ വർഷം തന്നെ 200 ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ ഇൻവെന്ററി എന്തായി? ഈ 200 + 100 ആണ്. ഡോണ്ട് തിങ്ക് ദാറ്റ് എന്താണ് ഈ 100 കൂടി ഇതിൽ വന്ന് 1100 - 800 300
shirt നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട്. So that 300 will be our inventory. You know, it's change in inventory means what? Production in 2020 minus sales in 2020. So ആ ഒരു വർഷം എത്ര പ്രൊഡ്യൂസ് ചെയ്തു, ആ ഒരു വർഷം എത്ര വിറ്റു, അതാണ് നമുക്ക് ആ ചേഞ്ച് ഇൻ ഇൻവെന്ററി നമുക്ക് കിട്ടുന്നത്. ഈ ചേഞ്ച് ഇൻ ഇൻവെന്ററിന പ്ലസ് ചേഞ്ച് ഇൻ ഇൻവെന്ററിനെ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഇൻവെന്ററി നമുക്ക് കിട്ടും. See, so you have to this is a change in production of the firm in ആ വർഷം minus sale of the firm in that the same year. So that will get what? Change in inventories. You have to look that I have in written equal to sign here. Instead I have write what? 3 equal to equal to 2 അല്ലേ ഉള്ളൂ, ഇവിടെ 3 എണ്ണം ഉണ്ട്. What does that simplify? എന്താണ് അത് പറയുന്നത് എന്നുള്ളതാണ്. So this is a what? ഒന്നത് ഈക്വാലിറ്റി ആണ്. ഈക്വൽ ടു എന്ന് പറയുമ്പോൾ അത് ഈക്വാലിറ്റി സൈൻ ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ഐഡന്റിറ്റി ആണ്. ഇവിടുത്തെ വേരിയബിൾസിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ 1000 പകരം 2000 ഇട്ടാലും 3000 ഇട്ടാലും ഈ 800 പകരം 4000 ഈ 900 ഇട്ടാലും എല്ലാം തന്നെയും ഈ വേരിയബിൾസിന് ഈ ഐഡന്റിറ്റി എന്താകുന്നില്ല. വേരിയബിൾസ് മാറുന്നതനുസരിച്ച് ഈ ഐഡന്റിറ്റി മാറുന്നില്ല. ഇറ്റ് വിൽ ഓൾവേസ് റിമെയിൻ ദ സെയിം. വേരിയബിൾസ് ആയിട്ട് ഡിപ്പെൻഡഡ് അല്ല എന്നുള്ളതാണ്. ഇറ്റ് വിൽ ബി ക്ലിയർ ടു യു വെൻ വി ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. വെൻ വി സേ ദാറ്റ് വാട്ട് 2 + 2 = 4. ഇതൊരു ഐഡന്റിറ്റി ആണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. കാരണം ഇതൊരിക്കലും മാറാൻ പോകുന്നില്ല. എപ്പോഴെങ്കിലും ഇത് മാറാൻ പോകുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് നമ്മൾ 3x = 6 എന്ന് എഴുതി. ഇത് ശരിയാവണമെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇങ്ങനെ 3 × x = 6 എന്ന് എഴുതുകയാണെങ്കിൽ ഇത് ശരിയാവണമെങ്കിൽ എപ്പോഴും x = 2 ആകുമ്പോൾ മാത്രമേ ഇത് ശരിയാവും. ഈ സാധനം ശരിയാവും. സി വെൻ സഡൻലി x അങ്ങാൻ 3 ആയി പോയാൽ ഇത് ശരിയാവില്ല. 3 × x = എന്താണ് 6 ശരിയാവും. ഇത് 9 അല്ലേ ഉത്തരം. 6 എന്താവില്ല, ശരിയാവില്ല. സോ അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂവിൽ എന്താണ് ഈ ഡിപ്പെൻഡൻ്റ് ആണ് ഈ സംഗതി. 3x = 6 എന്ന് പറയുമ്പോൾ ഈ എക്സിൻ്റെ വാല്യൂവിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താക്കുന്നു, ഇതിനെ ഈക്വൽ ടു സൈൻ ഇട്ട് വിളിക്കുന്നു. നേരെ മറിച്ച് ഈ എക്സിൻ്റെ വാല്യൂ നമ്മളെ ബാധിക്കുന്നേ ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ എന്താണ് അത് ഇവിടെ ഇപ്പോൾ എക്സ് ഇല്ല, ഇവിടെ വേരിയബിൾ ഇല്ല. ആ എക്സിൻ്റെ വാല്യൂ നമ്മളെ ബാധിക്കുന്നത്. സോ ഇത് ബാധിക്കുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ അത് ഐഡന്റിറ്റി ആവും. സോ ഈ ഐഡന്റിറ്റി എന്താണ്? ഓൾവേസ് ഹോൾസ് ആണ്. ഓൾവേസ് ഹോൾസ്. ഇത് irrespective of variable always holds. കാരണം ആ ഒരു ജസ്റ്റ് നിങ്ങൾ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ആ വർഷത്തെ പ്രൊഡക്ഷൻ മൈനസ് ആ വർഷത്തെ സെയിൽസ് ആണ്. ആ സെയിൽസ് എത്രയോ ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ എത്രയോ ആയിക്കോട്ടെ, ആ ചേഞ്ച് ഇൻ ഇൻവെന്ററി മാറുന്നില്ല. സോ വി ക്യാൻ സേ ദാറ്റ്സ് എൻ ഐഡന്റിറ്റി. സോ വെൻ അതിന് പകരം നമ്മൾ ഈ ഈക്വൽ ടു സൈൻ എഴുതുമ്പോൾ ഞാൻ പറഞ്ഞു ഈ 2x = അല്ലെങ്കിൽ 3x = 6 ആണ്. ഇത് 0 അല്ല. 3x = 6 എന്ന് പറയുമ്പോൾ x 2 ആവുന്ന കേസിൽ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് ഡിപ്പെൻഡഡ് അപ്പോൺ ദിസ് വേരിയബിൾ. ഈ എക്സ് എന്ന വേരിയബിൾ അത് ഡിപ്പെൻഡഡ് ആണ്. സോ ദാറ്റ് ഈസ് എൻ ഈക്വാലിറ്റി. ആൻഡ് ഐഡന്റിറ്റി എന്തല്ല, വേരിയബിൾസിൽ ഡിപ്പെൻഡഡ് അല്ല. ഇറ്റ് ഓൾവേസ് ഹോൾസ്. സോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ identity and an equality. We will use that in the coming sessions. So what we have discussed, change inventory and change in inventory. What is change in inventory? Production of that firm minus sales of that firm in that respective year. So guys, this change in inventories is treated as what? A flow variable, because this inventories depend upon time period, right? Last year's how much is left without being sold. വിൽക്കാതെ പോയ എത്ര എണ്ണം കഴിഞ്ഞ വർഷം വിൽക്കാതെ പോയത് ഈ വർഷത്തെ ഇൻവെന്ററിയിലേക്ക് വരുന്നു. സോ ദിസ് ഇൻവെന്ററീസ് ഒരു ടൈം പീരീഡിൽ വെച്ച് പറയുന്ന കാര്യമാണ് നമ്മൾ ഇൻവെന്ററി എന്നുള്ളത്. സോ ദ ഇൻവെന്ററി ഈസ് എ ഫ്ലോ വേരിയബിൾ. സോ അതുപോലെ തന്നെ ദിസ് ഇൻവെന്ററീസ് ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽസ്. സോ ഈ ഇൻവെന്ററീസ് എന്താണ്, ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് നമ്മുടെ raw materials ആണ്, നമ്മൾ unfinished goods ആണ്, unsold goods ആണ്. So these inventories are capitals. Before that, investment എന്ന് വെച്ചാൽ addition to stock capital of a firm. ഒരു ക്യാപിറ്റൽ സ്റ്റോക്കിൽ വരുന്ന മാറ്റാണ് എന്ത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതേ ഈ ക്യാപിറ്റൽ സ്റ്റോക്കിൽ
ഇൻവെന്ററി ഒരു ക്യാപിറ്റൽ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻവെന്ററിയിൽ വരുന്ന മാറ്റാണ് എന്ത് ഇൻവെസ്റ്റ്മെന്റ്. സോ ദിസ് ചേഞ്ച് ഇൻ ഇൻവെന്ററി ഓഫ് എ ഫേം ഈസ് ട്രീറ്റഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെന്ററി ക്യാപിറ്റൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ ചേഞ്ച് ഇൻ ഇൻവെന്ററി ഓഫ് എ ഫേം ഈസ് ട്രീറ്റഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെന്ററിയിൽ ഉണ്ടാവുന്ന മാറ്റം എന്താണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി ഓഫ് എ ഫേം ഈസ് ട്രീറ്റഡ് ആസ് ഇൻവെസ്റ്റ്മെന്റ്. സോ ഇതിൽ ഈ അടുത്ത് നമ്മൾ കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണ്. സോ ഈ കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മെയിൻലി 3 ടൈപ്പാണ്. ഒന്ന് ഫസ്റ്റിൽ നിന്ന് റൈസ് ഇൻ വാല്യൂ ഓഫ് ഇൻവെന്ററീസ് ആണ്. കാരണം ഇൻവെന്ററീസിൽ ഉണ്ടാവുന്ന അധികം അല്ലെങ്കിൽ ഇൻവെന്ററീസ് കൂടുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫേംസിന്റെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ കൂടി. അതുകൊണ്ട് എന്താണ് ഇൻവെന്ററീസിന്റെ വാല്യൂവിൽ അധികം കൂടി. ഇൻവെന്ററീസിന്റെ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ കൂടിയതുകൊണ്ട് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുപോലെ ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് ഇവിടെ നമ്മൾ മെഷീൻസ്, ഫാക്ടറീസ് അതിലെല്ലാം നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ടൈപ്പ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഹൗസിംഗ്, നമ്മുടെ വീടിനെല്ലാം വേണ്ടി നടത്തുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതിനെല്ലാം നമ്മൾ റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. മെയിൻലി 3 ഇൻവെന്ററീസ് റൈസ് ഇൻ ഇൻവെന്ററീസ് ആണ്. എന്തുകൊണ്ടാണ് അത് ട്രീറ്റഡ് എന്നാണ്. ആ റൈസ് ഇൻ ഇൻവെന്ററീസ് ട്രീറ്റഡ് ആസ് എന്നാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിലാണ്. ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ കൂടുക എന്ന് പറയുമ്പോൾ ഇൻവെന്ററീസിന്റെ വാല്യൂ കൂടുക എന്നതാണ്. പിന്നെ അതുപോലെ ഫിക്സഡ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് അടുത്തത്. 2 റെസിഡൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ 3 ടൈപ്പിലുള്ള 3 മെയിൻ കാറ്റഗറീസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണുള്ളത്. അതുപോലെ ഈ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ചെയ്യും. സോ വി ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് ഇൻവെന്ററീസ്. സോ നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് ഒന്നുകിൽ പ്ലാൻഡ് ആവാം, ഒന്നുകിൽ നമ്മൾ ചേഞ്ച് ഇൻ ഇൻവെന്ററീസിനെ കുറിച്ചാണ് പറയുന്നത്. പ്ലാൻഡ് ചേഞ്ച് ആവാം, അല്ലെങ്കിൽ അൺപ്ലാൻഡ് ചേഞ്ച് ആവാം. ടോക്കിംഗ് അബൌട്ട് ചേഞ്ച്, ഈ ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് ഒന്നുകിൽ പ്ലാൻഡ് ആവാം, അൺപ്ലാൻഡ് ആവാം. സോ എന്താണ് ഇൻവെന്ററിയിൽ വരുന്ന മാറ്റം? ഒന്നുകിൽ ഇൻവെന്ററി കൂടാം, അല്ലെങ്കിൽ ഇൻവെന്ററി കുറയാം. ഇതാണല്ലോ ഇൻവെന്ററിയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. സോ ഒന്നുകിൽ നമ്മൾ പ്ലാൻ ചെയ്യാണ്. നമ്മൾ പ്ലാൻ ചെയ്യുന്നു അടുത്ത വർഷം ഇത്ര ഇൻവെന്ററി എനിക്ക് ബാക്കിയാവണം, അല്ലെങ്കിൽ ഞാനൊരു 1000 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ എനിക്കൊരു 900 വിറ്റ് പോകണം, 100 ബാക്കിയാവണം. ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോകുന്നു. നേരെ മറിച്ച് അൺപ്ലാൻഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. സോ അങ്ങനെ ആകുമ്പോൾ അൺപ്ലാൻഡ് ചേഞ്ച് ഇൻ ഇൻവെന്ററീസ് ഉണ്ടാവും. സോ ഈ പ്ലാൻഡ് തന്നെയും അക്യുമുലേഷൻ ഉണ്ട്, ഡീക്യുമുലേഷൻ ഉണ്ട്. സെയിം തിങ് ഗോസ് ഹിയർ ഓൾസോ. ഇവിടെയും അക്യുമുലേഷൻ ഉണ്ട്, ഡീക്യുമുലേഷൻ ഉണ്ട്. അക്യുമുലേഷൻ, ഡീക്യുമുലേഷൻ. സോ എന്താണ് അക്യുമുലേഷൻ? എന്തെങ്കിലും കൂടുന്നതിനാണ് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയാം, എന്തെങ്കിലും കുറയുന്നതിനാണ് നമ്മൾ ഡീക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ സെയിം തിങ്, അക്യുമുലേറ്റ് ചെയ്യുക, കൂടുക, ഡീക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടുന്നതിനെ നമ്മൾ പ്ലസ് ആയിട്ട്, ഡീക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയുക, ഇൻക്രീസ് ഓർ ഡിക്രീസ്. സോ ഇൻവെന്ററീസിൽ ഇങ്ങനെ അൺപ്ലാൻഡ് ആയിട്ട് അക്യുമുലേഷനും ഡിക്യുമുലേഷനും സംഭവിക്കുക, അതുപോലെ പ്ലാൻഡ് ആയിട്ട് അക്യുമുലേഷനും ഡിക്യുമുലേഷനും സംഭവിക്കുക. ലെറ്റ്സ് ലുക്ക് ദിസ് തിങ് ബൈ an example which I believe that things will be more clear to you. So say we are in what? We are in 2020 and 2019 നമ്മുടെ കയ്യിൽ 100 ഷർട്ട് അൺസോൾഡ് ആയിട്ടുണ്ടായിരുന്നു. 100 ഷർട്ട് അൺസോൾഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് നമുക്ക് സിനാരിയോ. ഇപ്പോൾ ഇതാണ് 100 ഷർട്ട് നമ്മുടെ കയ്യിൽ അൺസോൾഡ് ആയിട്ടുണ്ടായിരുന്നു. വൺസ് അഗെയിൻ 100 ഷർട്ട് 2019 അൺസോൾഡ്. സോ വി ആർ റീച്ചിങ് ഇൻ, നമ്മൾ ഈ വർഷത്തിൽ നമ്മൾ 2020 we decided to produce say 1000 shirts and we wished that what ഈ 1000 ഷർട്ടും വിറ്റ് പോവും എന്ന് നമ്മൾ കണക്കാക്കി. നമ്മൾ we expected 1000 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്തു, 1000 വിറ്റ് പോകുമെന്ന് വിചാരിച്ചു. ബട്ട് ഓൺലി 600 വിറ്റ് പോയുള്ളൂ. സോ 400 എന്താണ് ഷർട്ട് പിന്നെയും അൺസോൾഡ് ആയി. ഇല്ല, ഈ 2020 മാത്രം 400 ഷർട്ട് അൺസോൾഡ് ആയി. സോ ഈ 400 ഷർട്ടും
നേരത്തെയുള്ള 100 ഷർട്ടും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ എത്രയായി? 100 പ്ലസ് 400 500 ഷർട്ടായി. നമ്മുടെ ഇൻവെൻട്രി എന്തായി? ഇൻവെൻട്രി എന്താവുക ചെയ്തത് ഇവിടെ? ഇൻവെൻട്രി കൂടി. സോ ദിസ് ഈസ് നോൺ ആസ് വാട്ട്? അൺപ്ലാൻഡ് ആണ്. നമ്മൾ 1000 വിറ്റ് പോകും എന്ന് വിചാരിച്ചു, പക്ഷെങ്കിൽ 600 വിറ്റ് പോയുള്ളൂ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു, നമ്മളത് പ്ലാൻ ചെയ്തതെന്നല്ല, പ്ലാൻ ചെയ്തപ്പോൾ നടന്നില്ല, 600 അങ്ങനെ നടന്നുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട്? അൺപ്ലാൻഡ് ആയിട്ടുള്ള അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ് ആണ്. ഇൻവെൻട്രീസ് കൂടി, ഇൻവെൻട്രീസ് കൂടി. ഇനി നേരെ മറിച്ച് ഇതേ സിനാരിയോ മാറ്റി നമ്മൾ ഇങ്ങനെ 100 നമ്മുടെ അടുത്ത് ബാക്കിയുണ്ട്, പക്ഷെങ്കിൽ ഈ വർഷത്തെ സെയിൽസ് എന്തായി? 1050 നമ്മുടെ കയ്യിൽ ഓൾറെഡി 100 ഷർട്ട് മുമ്പേ ഉണ്ട്. ഇപ്പം ഇവിടെ 1050 വിറ്റ് പോയി ബാക്കി. അപ്പോൾ 50 ഷർട്ടേ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ബാക്കിയുള്ളൂ. അപ്പോൾ ഇൻവെൻട്രീസ് എന്തായി? ഇവിടെ കുറഞ്ഞു. ദാറ്റ് ഈസ് വാട്ട്? ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ്. സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത അത്ര നടന്നില്ല കാര്യങ്ങൾ. അപ്പോൾ എക്സ്പെക്ട് ചെയ്തത്ര നടന്നില്ലെങ്കിൽ എങ്ങനെയെല്ലാം നടന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ സാധനം വിറ്റ് പോവാതിരുന്നെങ്കിൽ അത് അക്യുമുലേഷൻ ആണ്. കാരണം കൂടുതൽ ഇൻവെന്ററി, കൂടുതൽ ഷർട്ട് അൺസോൾഡ് ആയിട്ടുണ്ട്, അത് അക്യുമുലേഷൻ ആണ്. നമ്മൾ വിചാരിച്ചതിലും 1000 പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ, പക്ഷെ 1000-ൽ കൂടുതൽ ഈ 2019 100 ഷർട്ടിൽ തന്നെ 50 കൂടി വിറ്റുപോയി. അപ്പോൾ ബാക്കി ഇപ്പം നമ്മുടെ ആകെയുള്ള ഇൻവെന്ററി 50 കുറഞ്ഞു. മൊത്തത്തിലുള്ള ഇൻവെന്ററി ഇപ്പം എത്രയാണ്? 1000 വിറ്റുപോയി, 100 50 ഷർട്ട് ഇവിടുന്ന് എടുത്തത് ഈ 100 അപ്പോൾ ഇൻവെന്ററി കുറഞ്ഞു. സോ ഇൻവെന്ററി ഡിക്രീസ്ഡ്. So that is known as what? Decumulation of inventory. So we have looked into what? Unplanned inventories in the accumulation and decumulation. Same scenario we will be looking into planned inventories. So നമ്മുടെ സെയിം കേസ് നമ്മളെടുത്ത് 100 അൺസോൾഡ് ആയിട്ടുള്ള ഷർട്ട്സ് ഉണ്ട് കഴിഞ്ഞ വർഷം മീൻസ് 2019, നമ്മളിപ്പോൾ 2020 സോ നമ്മളെടുത്ത് ഈ കമ്പനി പ്ലാൻ ചെയ്യാണ് എന്തെന്ന്. ഇപ്പോഴത്തെ ഇൻവെന്ററി എത്ര? ഇപ്പോഴത്തെ ഇൻവെന്ററി 100 ആണ്. സോ ദേ ആർ എക്സ്പെക്ടിങ് എ സെയിൽസ് ഓഫ് 1000. അവർ 1000 ഷർട്ട് വിറ്റ് പോകുമെന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ അവർ പ്ലാൻ ചെയ്യുകയാണെന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇനി ഈ 100 ഷർട്ട് ഇൻവെന്ററി വെച്ചാൽ അപ്പോൾ ഒരു 200 ഷർട്ട് എൻ്റെ അടുത്ത് വേണമെന്ന് അവർ വിചാരിക്കുകയാണ്. സോ ദേ പ്രൊഡ്യൂസ് വാട്ട്? 1100 ഷർട്ട്സ്. 1100 ഷർട്ട് അവർ 2020 പ്രൊഡ്യൂസ് ചെയ്തു. 2019 അവരെടുത്ത് 100 ഷർട്ട് ഉണ്ട്. അവർ പ്ലാൻ ചെയ്യാണ് എന്ത്? എൻ്റെ ഇൻവെൻട്രി ഇൻക്രീസ് ചെയ്യണം. എത്രയിലേക്ക്? ഒരു 200ലേക്ക് എൻ്റെ ഇൻവെൻട്രി ഇൻക്രീസ് ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്യാണ്. സോ ഇവിടെ അവർ 1100 ഷർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എത്ര വിറ്റ് പോകുന്നു? 1000 ഈസ് ബീങ് സോൾഡ്. 1000 വിറ്റ് പോകുന്നു. അപ്പോൾ 100 ഇവിടെ ഇൻവെൻട്രി ബാക്കി. ഈ വർഷം 2020 സെല് ചെയ്യാത്തതുണ്ട്. 100 2019 ബാക്കിയുണ്ട്. അപ്പോൾ 100 + 100 200 ആണ്. സോ ഈ 200 ആവണം എന്ന് അവരെന്താക്കിയിട്ടുണ്ട്? അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻവെൻട്രി കൂട്ടണം, എൻ്റെ ഇൻവെൻട്രി അക്യുമുലേറ്റ് ചെയ്യണമെന്ന് അവർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. സോ ദിസ് ഇസ് വാട്ട്? എ പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ്. സോ ഇനി ഇതേ കേസിൽ ഇപ്പോൾ ഇൻവെൻട്രി ഇപ്പം 100 ആണ്. സെയിം കേസിൽ 100 ആണ്. അപ്പോൾ ഇവിടെ അവർ പ്ലാൻ ചെയ്തത് 200 ആക്കണം എന്നായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർ അതുപോലെ ചെയ്തു. 1100 പ്രൊഡ്യൂസ് ചെയ്തു, അതിൽ 100 വന്നു, മുമ്പത്തെ 100 കൂട്ടി 200 അവർ പ്ലാൻ ചെയ്തു. ഇപ്പോൾ ഇനി ഇവിടെ ഡീക്യുമുലേഷൻ അവർ പ്ലാൻ ചെയ്യുകയാണ്. എൻ്റെ ഇൻവെൻട്രി കുറയ്ക്കണം. ഇപ്പോഴത്തെ ഇൻവെൻട്രി എത്രയാണ്? 100 ആണ്. ആ 100ന്ന് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇൻവെൻട്രി 100 ആയത്? 2019 100 വിറ്റ് പോകാത്തത്, അതുകൊണ്ട് 100 ആണ്. എൻ്റെ ഇൻവെൻട്രി 100ന്ന് ഒരു 25 ആക്കി കുറയ്ക്കണം എന്ന് അവർ കണക്ക് കൂട്ടുന്നു. സോ ദേ ആർ ഓൺലി പ്രൊഡ്യൂസിങ് 925 ഷർട്ട്സ് ഇൻ വാട്ട്? 2020. പക്ഷേ എങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എത്രയാണ്? 1000 സെയിൽസ് നടന്നു. 1000 സെയിൽസ് നടന്നപ്പോൾ 1000 സെയിൽസ് നടന്നു. ഇവിടുന്ന് 925-ൽ 925 വിറ്റുപോയി. ബാക്കിയുള്ള ഈ 100ന്ന് 75 കൂടി വിറ്റുപോയി. കാരണം എന്താ? 925 + 75 അല്ലേ 1000. സോ ഈ 75 ഈ 100ന്നും കൂടി 75 വിറ്റുപോയി. കാരണം എന്താ? 1000 ആയിരുന്നു ഡിമാൻഡ്. സോ അവരുടെ ഇൻവെൻട്രി എന്തായി? 25 കുറഞ്ഞു. കാരണം എന്താ? ഈ 100ന്ന് 100 - 75 എന്താണ്? 25. കാരണം ഈ 75 എന്താ പറ്റിയത്? 925 പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഈ 75 കൂടി എക്സ്ട്രാ 2020-ൽ ആളുകൾ ഡിമാൻഡ് ചെയ്തു. സോ അവർ പ്ലാൻ ചെയ്ത പോലെ 25 എന്നുള്ള ഒരു ഇൻവെൻട്രിയിലേക്ക് അവർക്ക് എത്താൻ പറ്റി. സോ ദാറ്റ് ഈസ് നോൺ ആസ് ഡീക്യുമുലേഷൻ ഓഫ് പ്ലാൻഡ് ഇൻവെൻട്രീസ്. സോ വി ഡിസ്കസ് പ്ലാൻഡ് അക്യുമുലേഷൻ, പ്ലാൻഡ് ഡീക്യുമുലേഷൻ ഓഫ് ഇൻവെൻട്രീസ്.
and unplanned accumulation and unplanned decumulation of inventories. So in this session we discussed about gross value added and net value added. Gross value added minus depreciation will gives us net value added. Then we discussed about inventories. When we discussed the definition of inventories, what all things are considered as inventories. Then we try to understand the difference between an identity and an equality, and we find out that change in inventory is an identity because production of output minus sales will gives us change in inventories, which we said that it is an identity. Then we go on discussing about treating change in inventories as an investment, and we discussed about 3 types of inventories. Also we said that inventories is a flow variable. Then we go on and discussed about planned and unplanned accumulation and decumulation of inventories. So we can say that unplanned inventories have accumulation and decumulation. Planned inventories will be also be having accumulation and decumulation. These all things we have discussed in this session. So guys, study well. Thank you.